അത് ഏത് സൂറത്താ? സൂറത്ത് സജദ. അതും ഒരുപാട് ആയത്തൊന്നുമില്ല, അതും 3 പേജേ ഉള്ളൂ. സൂറത്തു സജദ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഈ 2 അധ്യായങ്ങള് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാ അവന് ഉംറ ചെയ്ത കൂലിയുണ്ടെന്നാണ്. മറ്റൊരു ഹദീസിൽ ഹജ്ജും ഉംറയും ചെയ്ത കൂലി. അല്ലാഹുവേ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് തബാറകല്ലദി, അതുപോലെ സൂറത്തു സജദ, ഈ 2 അധ്യായങ്ങൾ ഓതുന്ന മനുഷ്യന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ കാണാം. എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ, എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ, എന്റെ പ്രിയമുള്ളവരെ, ഇതിനേക്കാളും വലിയ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലെ കാര്യമാ പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ഇശാഇന്റെ ബാങ്ക് വിളിക്കാ സമയമായി, ഇശാഇന്റെ ബാങ്ക് വിളിക്കാ സമയമായി. പടച്ചവനെ, നിസ്കാരപ്പായിൽ വെറുതെ ഇരുന്നാൽ ഒരു അമലും നീ ചെയ്യണ്ട. ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കാരപ്പായിൽ ചുമ്മാതിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാ الذي صلى فيه ما لم يحدث تقول اللهم اغفر له اللهم اغفر له اللهم ارحمه. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ ഓടല്ലേ വാപ്പാ, ഓടല്ലേ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, നമസ്കാരം കഴിഞ്ഞാൽ ഒരല്പനേരം നിങ്ങളെ മുസല്ലക്കകത്തിരിക്കണേ. തിരുതി കാണിക്കല്ലേ, തിരുതി കാണിക്കല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ നിസ്കാരപ്പായില. അവിടെ ഇരുന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ. ഫർള് നമസ്കരിച്ചിട്ട് ഒരു മനുഷ്യൻ അതേ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാതെ ദുആ ചെയ്ത അവന്റെ ദുആയിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞു തന്നത്. അതുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യൂ. നീ ദിക്ർ പറയാതെ ആ നിസ്കാരപ്പായിൽ മിണ്ടാതിരുന്നാൽ, നീ ദുആ ചെയ്തില്ലെങ്കിലും, നീ ദിക്ർ പറഞ്ഞില്ലെങ്കിലും, നീ ഖുർആൻ ഓതിയില്ലെങ്കിലും, ആ നിസ്കാരപ്പായിൽ ഇരിക്കുന്ന സമയത്തോളം അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക്